ദൈവനാമത്തിന് മഹത്വം. ഈ നല്ല പ്രഭാതത്തിൽ ദൈവാത്മാവിൻ്റെ നിറഞ്ഞ നിയോഗത്തിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെ ഇടപെടുന്നു. യാക്കോബ് അപ്പോസ്തലന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എത്ര മനോഹരമായ ഒരു വാക്യമാണ് ഈ പകൽക്കാലം ദൈവവചനത്തിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നാം പലപ്പോഴും നാം തന്നെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ കാണേണ്ട ഒരു കണ്ണാടി പോലെ ഈ ദൈവവചനം നമ്മുടെ മുമ്പിൽ പ്രതിബിംബമായി നിൽക്കുകയാണ്. വിവേകിയായവൻ ആർ? നാം ദൈവസന്നിധിയിൽ ഓരോ ദിവസവും ജ്ഞാനം പ്രാപിക്കുവാൻ തക്കവണ്ണം, കർത്താവേ എന്നെ ബുദ്ധി പഠിപ്പിക്കണമേ എന്നുള്ള, എന്നെ ജ്ഞാനം പഠിപ്പിക്കണമേ എന്നുള്ള വലിയ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വരുവാനിടയായി തീരട്ടെ. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജ്ഞാനലക്ഷണമായ സൗമ്യത നമ്മിൽ വെളിപ്പെടുവാനിടയായി തീരും. നമ്മുടെ സൗമ്യതയോടുള്ള നടപ്പും പ്രവൃത്തികളും കാണുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സൗമ്യത നമ്മെ വലിയവരാക്കുക എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുവാൻ, മറ്റുള്ളവരുടെ പ്രതിസന്ധികളിൽ ഒരു ആശ്വാസമായി തീരുവാൻ തക്കവണ്ണം ഈ ദൈവവചനം നമുക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്. ആകയാൽ ഈ ദൈവവചനത്തിലൂടെ ഒരു പുതിയ ജ്ഞാനം പ്രാപിപ്പാൻ, പുതിയ വിവേകത്തോടുകൂടി മുന്നേറുവാൻ, ദൈവിക ജ്ഞാനപ്രവൃത്തികളെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം സൗമ്യതയോടെ ഈ വചനത്തിൽ കീഴ്പ്പെട്ട ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിന്റെ ദാസൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ കൃപ കൊണ്ടിരിക്കണം, അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.